ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് സ്ക്രാച്ച് ആൻഡ് വിൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഫേസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അത്തരത്തിൽ സ്ക്രാച്ച് ആൻഡ് ഭാഗ്യം തേടിയുള്ള യാത്രയിൽ ഇന്ന് കൂടിയുള്ളത് സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ്, IT പ്രൊഫഷണൽസ് ആണ്. ഹലോ, എൻ്റെ പേര് ശ്യാം. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. ഹായ്, ഞാൻ സരിത് ചന്ദ്രമോഹൻ. പാലക്കാട് തന്നെയാണ് വീട്. ഞാനൊരു IT പ്രൊഫഷണലാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. സിനിമയും യാത്രകളുമാണ് ഇഷ്ടപ്പെട്ട മേഖലയെങ്കിലും സിനിമയുമായി റിലേറ്റ് ചെയ്തൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. നമ്മളെപ്പോഴും പറയും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള പോലെ തന്നെയായിരിക്കും നമ്മുടെ കസിൻസ് എന്നുള്ള രീതിക്ക് അല്ലെ. സിബ്ലിങ്ങിനേക്കാൾ കുറച്ചുകൂടെ എല്ലാം ഷെയർ ചെയ്യുന്ന എല്ലാത്തരം അല്ലെ അതൊന്നും കൂട്ടു നിൽക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിൽ കൂട്ടു നിൽക്കുന്ന ഒരു ക്രൈം പാർട്ട്നേഴ്സ് ആണെന്ന് വിശേഷിപ്പിച്ചാൽ ശരിയായിരിക്കും. ശരിയാണ്. അപ്പൊ രണ്ടുപേരും രണ്ട് സൈഡിലാണ് അല്ലെ ആണ്. ഒരാൾ കൊച്ചിയാണെങ്കിൽ അല്ലെ ബാംഗ്ലൂരാണ് എന്നത്. അപ്പൊ എങ്ങനെയാണ് ഇപ്പോ ഓപ്ഷൻ? എങ്ങനെയാണ്? എനിക്ക് ഹൈബ്രിഡ് ആണ്. മന്ത്ലി ഇത്ര തവണ ഓഫീസിൽ പോയാൽ മതി. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ നാട്ടിലുണ്ടാവും, ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അടിപൊളി. അപ്പൊ എന്നാലും കുറെ വിശേഷങ്ങൾ അറിയാറുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്നത്തെ വരവ് തുടക്കത്തിലേ പറഞ്ഞ പോലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ കൂടി അറിയാനുള്ള സമയം കൂടിയാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ നേടട്ടെ, വിൻ ചെയ്യട്ടെ. സോ ഓൾ ദ ബെസ്റ്റ്. സോ പ്ലീസ്. താങ്ക് യു. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ കസിൻസ് ആണെന്ന് കുറെ പേരുണ്ടായിരിക്കും. ആക്ച്വലി ഒരു 7-8 പേരുണ്ട് കസിൻസ് ഗ്യാങ് ആയിട്ട് തന്നെ. സോ അതിലൊരു 6 പേരും IT പ്രൊഫഷണൽസ് തന്നെയാണ്. പിന്നെ ഒരാള് ഫിലിം ഫീൽഡിലാണ്, ഒരാള് വേറെ മോഡലിംഗ് അങ്ങനെയൊക്കെ ആയിട്ട്. സോ എല്ലാവരുടെയും ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് യാത്രകൾ ചെയ്യുക, ഒരുമിച്ച് നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരേ വൈബ് ആയതുകൊണ്ട് അങ്ങനെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആക്ച്വലി എല്ലാവരും ഒരുമിച്ച് കിട്ടിയത് ഈ പാൻഡമിക് കാരണം. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നാട്ടിലെത്തിയത്. പല സ്ഥലങ്ങളിലും ഒരാൾ പൂനെയിലായിരുന്നു, ഇവിടെ സത്യം പറഞ്ഞാൽ അല്ലെ. പിന്നെ അത് മാക്സിമം അത് എൻജോയ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞ പോലെ. എനിക്കൊന്ന് പാൻഡമിക്കിൽ എല്ലാവർക്കും ഒരു ടൈം ട്രാവൽ ചെയ്ത പോലെയായിരുന്നു അല്ലെ. ചൈൽഡ്ഹുഡിലോട്ട് പണ്ടത്തെ കളികളും പരിപാടികളും അല്ലെങ്കിൽ ഗാദറിംഗ് പരിപാടികളും ഒക്കെ നടക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു സമയം വീണ്ടും വരാനിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. വരരുതേ നന്നായിരിക്കും. എന്നാൽ പോലും അതിൽ കുറച്ചൊരു അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് എവിടെയെങ്കിലും പോസിറ്റീവ് ഉണ്ടാവും. അതെ അതെ, രണ്ട് സൈഡ് കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇന്നും നമുക്കുണ്ട് രണ്ട് സൈഡ്. അതൊന്ന് ഭാഗ്യത്തിന്റെയാണ്, ഒന്ന് നിർഭാഗ്യത്തിന്റെയാണ്. അതെല്ലാം തീരുമാനിക്കുന്നത് ഈ കാർഡ്സിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പോകുന്നത് 3 റൗണ്ടിലൂടെ ആയിരിക്കും. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ 2 ചോദ്യങ്ങളായിരിക്കും ഫേസ് ചെയ്യുക. 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള സമയപരിധി. അപ്പൊ അതിനുള്ളിൽ ഉത്തരങ്ങൾ പറയുക. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ മാത്രമായിരിക്കും ആ ചോദ്യങ്ങളിലൂടെ പോകുന്നത്. നെക്സ്റ്റ് 2 റൗണ്ട്സിൽ പോകുന്നത് ക്ലൂയിലൂടെ ആയിരിക്കും. അത് നിങ്ങൾ തന്നെയായിരിക്കും അത് ലീഡ് ചെയ്യുക. റെഡി? സോ ഞാൻ കാർഡ്സ് തരട്ടെ ആദ്യമേ. ഒരെണ്ണം. രണ്ടാമത്തെ ഞാൻ തരും. അടുത്ത റൗണ്ടിലേക്ക് ഞാൻ തരും. ഓക്കെ, ഈ റൗണ്ടിൽ തന്നെ 2 കാർഡ് എടുക്കാനുള്ളത്. പക്ഷെ ഒന്നിൽ തുടങ്ങാം. ഇനി എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഭാഗ്യമാണെങ്കിലും നിർഭാഗ്യമാണെങ്കിലും. ഓക്കെ, മൂവീസ് ഒക്കെ കാണാൻ കുറച്ചുകൂടി സമയം കിട്ടാറുണ്ടോ? ഇഷ്ടമാണോ? എങ്ങനെയാ? അതോ OTT-ലാണോ, തിയേറ്ററാണോ? കുറച്ചുകൂടി പക്ഷെ നടക്കുമോ? നടക്കും, പ്രശ്നമില്ല. ഉണ്ട്, കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. സോ ഫസ്റ്റ് റൗണ്ടിലെ ആദ്യ ചോദ്യം കൂടി വരേണ്ടിയിരിക്കുന്നു അല്ലെ. സോ ചോദ്യം ഇതാണ്. മലയാള സിനിമയിലെ ഒട്ടനവധി പേരുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്വീകാര്യതയും അട്രാക്ഷനൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഒന്നിൽ കൂടുതൽ വാക്കുകളുള്ള 5 മലയാള സിനിമകളാണ് നിങ്ങൾക്കുള്ള 30 സെക്കൻഡ്സിൽ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു മറവത്തൂർ കനവ്. യെസ്. നോക്കുന്ന ദൂരത്ത് കണ്ടെന്ന്. റൈറ്റ്. ഈ പുഴയും കടന്നു. യെസ്. മണിവത്തൂരിലെ ആയിരം ശിവരാത്രി. ഓക്കെ. തേന്മാവിൻ കൊമ്പത്ത്. ഇത് ഏതാണ്ട് മറ്റേ ക്ലാസ്സിൽ വന്ന് ടൈമിംഗിൽ ഭയങ്കര ടൈമിംഗിൽ പറയുമ്പോൾ ഒരാൾ പറയുന്നു, കൃത്യമായിട്ട് അടുത്തൊരാൾ പറയുന്നു കിന്നരിപ്പുഴ. ഇതെനിക്കൊന്ന് 10-20 പറഞ്ഞു കഴിഞ്ഞാലും പറയുന്നോളും. കാരണം പെട്ടെന്ന് വരുമ്പോ സ്വാഭാവികമായിട്ട് സ്റ്റക്ക് ആവുന്ന ഇതുണ്ട്. നിങ്ങളത് കാണുന്നില്ല. അതിനേക്കാൾ ഉപരി നിങ്ങൾ തമ്മിൽ ഓവർലാപ്പ് വരുന്നില്ല, ക്ലാഷ് വരുന്നില്ല, കൃത്യമായിട്ട് ടൈമിംഗിൽ പോകുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ പറയാന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അക്ഷരാർത്ഥത്തിൽ 2 പേരുടെ ടീം വർക്ക് നടക്കുന്ന ഒരു എപ്പിസോഡ് കൂടി ആവും എന്നുള്ള ഭയങ്കര ഒരു ഹോപ്പ് എനിക്കുണ്ട്. ടൈമിംഗ് അടിപൊളിയാണ്, 2 പേരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന അടിപൊളിയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഫസ്റ്റ് കാർഡ് എന്നെ സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. സോ ഐശ്വര്യമായിട്ട് സ്ക്രാച്ച് ചെയ്തോളൂ. എത്രത്തോളം എമൗണ്ട്, എത്ര അക്കങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുള്ളത് നോക്കാം. വിസിബിൾ ആണ് അല്ലേ? ഇനി വരയ്ക്കേണ്ട കാർഡ് കഴിഞ്ഞു. യെസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒട്ടും മോശമാക്കിയിട്ടില്ല. 300 വെച്ച് തുടങ്ങിയിട്ടുണ്ട്.
കാരണം തൊട്ട് മോശമായില്ല എന്ന് പറയാൻ കാരണം എമൗണ്ട് തന്നെ കിട്ടിക്കോളുന്നില്ല. ചിലപ്പോ ഓൾ ഗോൺ വരും, ഹാഫ് ഗോൺ വരും, മൊത്തം പകുതിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഉണ്ട്. എമൗണ്ട് എന്നുള്ള രീതിയിലേക്ക് കിട്ടുന്ന എമൗണ്ട് ഇരട്ടി. ഇപ്പൊ നിങ്ങൾക്ക് അത് കിട്ടിയ ഒരു കാര്യമില്ല, കാരണം കയ്യിലൊന്നുമില്ല. കുറച്ച് എമൗണ്ട് ഒക്കെ നേടിയിട്ട് അത് കിട്ടുകയാണെങ്കിൽ ഇരട്ടിക്കും. അപ്പൊ ഇതുപോലെ കൂടി 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 വരട്ടെ അല്ലെ, നേട്ടങ്ങളുടെ ഇത് മാത്രമാവട്ടെ. സുധുടേക്ക് അപ്പൊ എന്തായാലും എനിക്ക് തുടക്കത്തിലെ ഉത്തരത്തിനേക്കാൾ ഇഷ്ടമായത് നിങ്ങളുടെ ടൈമിങ്ങും പ്രത്യേകിച്ച് അത് ഡെലിവറി ചെയ്ത രീതി കൂടിയായിരുന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ആദ്യത്തെ ഉത്തരം കൃത്യമായിട്ട് തന്നെ സ്ക്രാച്ച് ചെയ്യാനുള്ള അവസരം കിട്ടിയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകേണ്ടതുണ്ട്. സെലക്ട് ചെയ്തോ. ഓക്കെ, രണ്ടാമത്തെ കാർഡ് കണ്ട് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഇതൊരു 10,000 ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ തൂക്കൊക്കെ നോക്കിയിട്ട് അറിയാനുള്ള ഒരു കഴിവുണ്ടോ? യെസ്, കാര്യമായിട്ട് അതിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൻഡ് പല സിനിമകൾ കാണാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. പൊതുവെ ഏതാ കുറെ കൂടി കാണാൻ ഇഷ്ടമുള്ള സിനിമ ഏതാ? കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 2-2.5 മണിക്കൂർ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോകുന്നത് അല്ലെങ്കിൽ സിനിമ കാണുന്നത് എന്നുള്ളത്. പക്ഷെ മാറി അല്ലെ, കുറച്ചുകൂടി റിയലിസ്റ്റിക് മൂവികളാണെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം കൂടിയാണ്. എങ്കിലും അത്ര അഭിപ്രായക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഏതാ കുറെ കൂടി നിങ്ങൾക്ക് ഇഷ്ടം ഏതാ? എത്ര എല്ലാ സിനിമകളും നമ്മൾ ഇത് കാണും. പിന്നെ കൂടുതൽ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി ചിരിക്കാനുള്ള സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തിയേറ്ററിൽ പോയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ഉണ്ടാവും. കുറച്ചുകൂടി ഒരു ഫീൽ ഗുഡ് അല്ലെ സിനിമ. സോ വീക്കെൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു കോമഡി അങ്ങനത്തെ ഒക്കെ ആയിരിക്കും നമുക്കൊന്ന് സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈഡേ നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ പോയി കാണാൻ ഇഷ്ടപ്പെടുന്നത്. ത്രില്ലറും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു OTT വന്ന സമയത്ത് കുറെ കൂടി നമ്മളെ ശീലിപ്പിച്ചൊരു കാര്യം, പ്രത്യേകിച്ച് മലയാളത്തിൽ വെബ് സീരീസുകളൊന്നും അല്ലെ അത്രത്തോളം പരിചിതമല്ലായിരുന്നു. നമ്മള് OTT പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടത് അല്ലെ മറ്റു ഭാഷാ ചിത്രങ്ങൾ കൂടിയായിരുന്നു, വെബ് സീരീസുകളായിരുന്നു. അപ്പൊ മലയാളത്തിൽ വന്ന സമയത്താണെങ്കിലും കൂടുതലാണെന്നുണ്ടെങ്കിലും ത്രില്ലറുകളായി, ഇൻവെസ്റ്റിഗേഷൻ മൂഡ് അല്ലെ സംഭവങ്ങളായി. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ട് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് മലയാളത്തിലെ ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിൽ 5 എണ്ണമാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ദൃശ്യം, യവനിക, യെസ്. കുറച്ചുകൂടെ ആലോചിച്ച് ബുദ്ധിപരമായി നീങ്ങാം, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖം, യെസ്. പോലീസ് കണക്ട് ചെയ്ത് മനസ്സിലാവും. മെമ്മറീസ്, വേഗചിത്രം. ഞാൻ വിചാരിച്ചു ദൃശ്യം പറഞ്ഞ സമയത്ത് ദൃശ്യം 2 ഒക്കെ പറയുന്നത്. അതോട് പറഞ്ഞാൽ ബുദ്ധിപരമായി നീക്കുമെന്ന് വിചാരിച്ചു. കാരണം നോർമലി പറയാം നമുക്ക് അല്ലെ, രണ്ട് സിനിമയാണ്, രണ്ടും ജോൺ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് 2 സിനിമ ആയതുകൊണ്ട് തന്നെ പറയാൻ പറ്റും നമുക്ക്, അതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ 3 വരാൻ പോകുന്നു അല്ലെ. സോ ഇവിടെ ഭയങ്കരമായിട്ട് പണ്ടത്തെ സിനിമകൾ വിട്ടിട്ട് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ കൂടിയാണെന്ന് തോന്നുന്നു. കുറെ കൂടി മൂവി പിന്നെയും റിപ്പീറ്റ്ലി അല്ലെ ഓശി ഇഷ്ടമാണ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? 300 എന്നുള്ളത് എത്രത്തോളം ഇപ്പുറത്തെ അക്കങ്ങൾ കൂടും എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. മെല്ലെ മെല്ലെ അക്കങ്ങളിൽ നിന്ന് മാറി അക്ഷരങ്ങളിലോട്ട് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എനിക്ക് ആ ഫേസിലെ എക്സ്പ്രഷനിൽ മനസ്സിലാവുന്നുണ്ട് എവിടേക്കോ പകുതി കഴിപ്പിക്കും പകുതി പോയതിന്റെ ഒരു ചിത്രം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഹാഫ് ഗോൺ ആണ്. പക്ഷെ ഒരു കണക്കിന് ഇതൊരു തരത്തില് ഭാഗ്യമാണ്. കാരണം തുടക്കത്തിൽ ഇത് കിട്ടിയതുകൊണ്ട് അല്ലെ നഷ്ടപ്പെടാൻ വലിയ എമൗണ്ട് ഇല്ല. 300 ആയതുകൊണ്ട് 150 പോവുള്ളൂ. അതെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വലിയ അക്കങ്ങൾ കിട്ടി, അറക്കൊക്കെ കിട്ടിയിരിക്കുന്ന സമയത്താണ് പോകുന്നത്, കുറച്ചുകൂടെ വിഷമം കൂടും. അപ്പൊ തുടക്കത്തില് ചില നഷ്ടങ്ങളൊക്കെ ഗുണം ചെയ്യുന്നു പറഞ്ഞ പോലെ അങ്ങനെയായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ. പക്ഷെ ഉത്തരം കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഭാഗ്യം തുണച്ചില്ല. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ കസിൻസ് തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഉത്തരങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഭാഗ്യം കൂടെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ വേദി എന്നുള്ള രീതിക്ക്. സോ 300 നേടി, 150 നഷ്ടപ്പെടുത്തി, 150 ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി അതൊരു കംബാക്ക് അല്ലെ ട്രാക്ക് കൂടെ നമ്മൾ ഈ റൗണ്ടിലും ഇനിയുള്ള റൗണ്ടുകളിലും നമ്മൾ കാണും. റെഡി? സോ ഈ റൗണ്ട് പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യത്തെ റൗണ്ടിൽ മാത്രമായിരിക്കും എന്റെ സൈഡിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. ഇനി ചോദ്യങ്ങളും ക്ലൂ ഒക്കെ തരുന്നത് നിങ്ങൾ പരസ്പരമായിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരിലെ ഒരാളായിരിക്കും എന്റെ അടുത്ത് വരേണ്ടത്. അതിനു മുമ്പായി കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കാർഡ് അവിടെ ഉണ്ട്. ഇനി ആരാണ് ആദ്യം എന്റെ അടുത്തോട്ട് വരാൻ പോകുന്നത്? പൊക്കോന്ന് പറഞ്ഞിട്ട് പിന്നെ ആള് തന്നെ വരുന്നു. നമ്മള് ചില ടീ ഷോപ്പിലൊക്കെ പോയിട്ട് 2 ചായ പറഞ്ഞിട്ട് പറഞ്ഞ ആളിന് പോയി അടിക്കുന്ന പോലെ പുള്ളി പറയുന്നത് അങ്ങനെ ലൈസായിട്ട് ചെറുപ്പം കളിക്കാൻ നോക്കുകയാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഇവിടെ ഇനി ഞാൻ ഒരു ക്ലൂ കൊടുക്കും. ആ ക്ലൂവില് ഒരു മൂവി ഡയലോഗ് ഉണ്ടായിരിക്കും. 30 സെക്കൻഡ്സ് എന്നുള്ളത് നമ്മൾ 60 സെക്കൻഡ്സിലോട്ട് മാറും. ഡ്യൂറേഷൻ ഉണ്ട്, പക്ഷെ വായിച്ച് തീരാൻ വരെ കാത്തു നിൽക്കണമെന്നില്ല. അതിനിടയ്ക്ക് മൂവി കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത്രയും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ഉത്തരം പറയണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഏതാണ് ആ മൂവി എന്നുള്ളത് ഡയലോഗിലൂടെ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഞാൻ തരട്ടെ, ഞാൻ സമയം തരാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് വായിച്ചോളൂ.
സുശ്യാം റെഡിയാണ് ശരത്തിന്റെ ശബ്ദത്തിലൂടെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ സമയം ഇവിടെ തുടങ്ങുകയാണ്. സോ 3, 2, 1 here we go. ഡയലോഗ് ഇതാണ്. മൈ ഡിയർ ഓമനക്കുട്ട, 5ാമത്തെ അടി ദുര്യോധനന്റെ തുടയിൽ അടിക്കുമെന്ന് പറഞ്ഞില്ലേ, നീ വെറുതെ എൻ്റെ ആശാന്റെ വായിന്ന് ചീത്ത കേൾപ്പിക്കും. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? ട്രാൻസ്ഫറായി വന്നതാണല്ലേ എൻ്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയുമില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ലൈവ് കഴിപ്പിക്കും ശ്യാമിന്റെ മുഖത്തെ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറി അവിടെ അങ്ങോട്ട്. സിമ്പിൾ. നീ വേണമെങ്കിൽ രണ്ടുപേരും കൂടി വായിച്ചോ, ഞാൻ ഉത്തരം പറയാൻ റെഡി ആണെന്നുള്ളൊരു മൂഡിലോട്ട് വന്നു. കിട്ടിയത് ദുര്യോധനൻ എന്ന് പറഞ്ഞ വാക്കിലാണ്. എവിടെ കറക്റ്റ് ക്യാച്ച് ചെയ്ത് എവിടെയാ? അല്ല, യുദ്ധഭൂമിയിലെ പുതിയ പടം അത് കിട്ടി എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് അല്ലെ നമുക്കിടെ ഡബിൾ റോളിൽ കിട്ടിയ പടമാണ്. അതിനേക്കാളും മുമ്പ് കുറെ ആർട്ടിസ്റ്റുകൾ വന്ന് സ്കോർ ചെയ്ത് പോയിട്ടുള്ള അല്ലെ മൂവി കൂടിയായിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് സെലിംക്കൊക്കെ. അപ്പൊ എന്തായാലും അടിപൊളി. യെസ്. സോ സന്തോഷം അവിടെ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. റെഡി. അപ്പൊ എന്തായാലും അല്ലെ സ്ക്രാച്ച് ചെയ്യാം. കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. ഉത്തരങ്ങൾ പറയുന്ന പോലെ തന്നെ സ്ക്രാച്ച് ചെയ്യുന്നതും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ്. യെസ് യെസ് യെസ്. അക്കങ്ങളാണ്, അക്കങ്ങൾ കൂടുതലാണ്. യെസ്. ഫൈനലി 3 അക്കത്തിൽ നിന്ന് 4 അക്കമായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ പകുതി നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് പകുതി നഷ്ടപ്പെട്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും 150 ആയിരുന്നു, പ്ലസ് ഒരു 1000 കൂടി ആയിട്ടുണ്ട്. 1150. 1150 മോശമില്ലാത്തൊരു എമൗണ്ട് ആണ് അല്ലെ. തീർച്ചയായിട്ടും കൺഗ്രാറ്റുലേഷൻസ്. റെഡി. അപ്പൊ നേരത്തെ പോലെ ഉത്തരം ശരിയായിട്ട് പോലും ഒരാൾ ടെൻഷനിലായിരുന്നു. അടുത്തത് ഇനി മാറി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് മാറണം. സോ ശ്യാമ ഇങ്ങോട്ട് പോന്നോളൂ. റെഡി. ശരിക്കും അതൊരു പ്ലസ് ആയിരുന്നു തോന്നുന്നു അല്ലെ. ശ്യാമിന്റെ കാര്യത്തില് ഈ ഡയലോഗുകളും സിനിമയും ഭയങ്കരമായിട്ട് നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് പ്ലസ് ആയിരുന്നു. അത് സരിത്തിന്റെ കാര്യത്തിലൂടെ എങ്ങനെയാണെന്നുള്ളത് കൂടെ അറിയണം വേണ്ടേ? കാണാം. യെസ്. അപ്പൊ എന്തായാലും ഭാഗ്യം പരീക്ഷിക്കുന്നതിന് മുമ്പ് ഭാഗ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു കാർഡ് കൂടെ സെലക്ട് ചെയ്യാം. റെഡി? ഞാൻ തരട്ടെ? ഓക്കെ. റെഡിയാണ് അല്ലെ? സുശ്യാം റെഡിയാണ്. ശ്യാമിന് ഓൾറെഡി അത്രയും പറയുന്ന ഒരു മൂവി ആണെന്നുള്ളതിന്റെ സന്തോഷം വരുന്നുണ്ട്. സുസരി ക്യാച്ച് ചെയ്യുന്നതാണ് നമ്മുടെ വിശ്വാസം. സോ ഇവിടെ തുടങ്ങാം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കിണിക്കല്ലേ ചതിയ ബത്ലഹേമിൽ താമസിക്കുന്ന യൂദാസെ, എടാ നന്ദി വേണോടാ. ബത്ലഹേമിൽ പിടിച്ച് അതൊക്കെ ഗസ് ചെയ്തു. ആ സീൻ പക്ഷെ ഓർമ്മയിട്ടോ? ആ ഒരു കുതിരയുടെ അവിടെ നിന്നിട്ടുള്ളതല്ലേ? ബത്ലഹേം കണ്ടപ്പോ ചുമ്മാ ഗസ് ചെയ്തല്ലേ? അല്ല, ഈ ഡയലോഗ് കേട്ടിട്ടുണ്ട്. മീൻസ് ബത്ലഹേം കൂടെ ആയപ്പോ അങ്ങ് കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും അടിപൊളി. എന്തായാലും പേടിച്ചൊരു സാധനം അതിനേക്കാൾ കുറഞ്ഞ ഡ്യൂറേഷനിൽ പറയാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. ഇനി എത്രത്തോളം 1150 എന്നുള്ളതിലേക്ക് കൂടുമെന്നുള്ളത് നമുക്ക് നോക്കാം. 4 അക്കമായിരുന്നു. 3 അക്കത്തിൽ 4 അക്കം പോയി. ഇനി അത് 5 അക്കത്തോ 6 അക്കോ കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആരായിരുന്നു കാർഡ് സെലക്ട് ചെയ്തത്? ആണല്ലേ? സ്ക്രാച്ച് ചെയ്യുന്ന ആൾ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 അക്കത്തിൽ നിന്ന് മെല്ലെ അല്ലെ 3 അക്കത്തിലല്ല 2 അക്കത്തിലോട്ട് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. യെസ്. 20 ആണ്, 20 ആണ് അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു 4 അക്കം കടന്നു കഴിഞ്ഞിട്ട് പിന്നെ അല്ലെ ഒന്നുകൂടി താഴോട്ട് വന്നിട്ടുണ്ട്. 3 അക്കം മാത്രമല്ല 2 അക്കമാണ്. 1170 മാത്രമാണ് നമ്മുടെ എമൗണ്ട് കൂടുന്നേ ഉള്ളൂ. കുറച്ച് കാര്യമായിട്ട് കൂട്ടണ്ടേ? അവിടെ വലിയ വലിയ അക്കങ്ങൾ ഇരിക്കുകയാണ്. സോ ആ കാർഡിൽ നിങ്ങളിലാണ് ആ ഭാഗ്യം എടുക്കുന്നത്. കാരണം നമ്മൾ സെലക്ട് ചെയ്തതിൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്ന കാര്യം കൂടിയാണ്. സോ ഇത് കൂടട്ടെ. റെഡി? തീർച്ചയായിട്ടും 2 റൗണ്ട് കഴിയുമ്പോൾ 1170 രൂപയായിട്ട് അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഫൈനൽ റൗണ്ടിലായിരിക്കും എത്രത്തോളം എമൗണ്ട് ഇവർ നേടുന്നു. ഒരു പക്ഷേ ഇതുവരെയുള്ളേക്കാളും കുറച്ചുകൂടെ ഇനി ത്രില്ലാവാൻ പോകുന്നത് ഇതിലാണ്. കാരണം ഇതുവരെ സിനിമയെ ഭയങ്കരമായിട്ട് നിരീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ കുറെ ഉത്തരങ്ങൾ പറയാൻ പറ്റി. ഇനി ആ നിരീക്ഷണം മൊത്തം പോരാ. ആ നിരീക്ഷണം മുഴുവൻ വേണ്ടത് ബോർഡിലാണ്. ഒപ്പം നിൽക്കുന്ന ആളുടെ കഴിവിലും കൂടിയാണ് നിങ്ങൾ വിശ്വാസം അല്ലെ കൊടുക്കേണ്ടതെന്നുള്ളത് അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങളിലെ ആരാണ് ആ ടാലന്റഡ് അല്ലെ, ഇനി മലയാളം വേഷം പറയട്ടത്, ആരാണ് കഴിവ് കൂടിയാണെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും അതിന് മുമ്പായിട്ട് നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം. വിട്ടുകൊടുത്തു. ഞാൻ എടുത്തിട്ട് ന്യൂസറെ കിട്ടുന്നുള്ളൂ. റെഡി? സോ ഇനി നേരത്തെ പോലെ തന്നെ നിങ്ങൾ ഒരാൾ ഇവിടെ വരും. ആ ഒരാൾക്ക് മൂവി ടൈറ്റിൽ തരും. ആ സിനിമയുടെ പേര് എഴുതാനോ വേറെ അക്ഷരങ്ങളോ വാക്കുകളോ ഒന്നും വരാൻ പാടില്ല.
മറിച്ച് ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ആ സിനിമയുടെ ടൈറ്റിൽ കിട്ടാൻ പോകുന്ന ഒരു ക്ലൂവോ എന്ത് വേണമെങ്കിലും വയ്ക്കാം, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ആയിട്ടൊക്കെ. പക്ഷെ വാക്കാൽ പറയരുത്. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണോ എന്നുള്ള ചോദ്യത്തിന് ആണോ അല്ലയോ എന്നൊക്കെ പറയാം. ആ ഉത്തരത്തിലോട്ടുള്ള ലീഡ് കൊടുക്കരുത്. റെഡി? സോ ആരാ ആദ്യം വരാൻ പോകുന്നത്? പ്ലീസ്. ഓക്കെ, അപ്പോ ഞാൻ കുറെ കാലത്തിന് ശേഷം ഇത് രണ്ടും തരാണ് അല്ലേ? കണ്ടിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ എന്തായാലും ഇനി ഞാൻ മൂവി ടൈറ്റിലൂടെ തരും. നിങ്ങൾക്ക് പറ്റിയ അല്ലെ മൂവി ടൈറ്റിലാണ്. അപ്പൊ എന്തായാലും ഇനി ഏകദേശം ഒരു ധാരണയൊക്കെ വെച്ചോ. ഞാൻ അവിടെ ശരത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും. അനുവദിക്കുന്ന സമയം വരുമ്പോ വരച്ചു തുടങ്ങണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. റെഡി? ശരത്ത് ഓക്കെ അല്ലേ? റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. എന്തോ കാര്യമായിട്ടൊരു പ്ലാനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വരയിലെ കോൺഫിഡൻസ് ഭയങ്കര ഹെവിയാണ്. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എന്ത് ബുദ്ധിപരമായി നീക്കമാണ്, പക്ഷെ അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, കസിൻസ്. ഓക്കെ, ട്രൈ ചെയ്തോണ്ടിരിക്കാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാണോ അത്? ഫ്രണ്ട്സ്. ഇതെങ്ങനെ അതിലോട്ടെങ്ങനെ ആദ്യം പോകാനുള്ള കാരണം? കൊള്ളാം. അത് മലയാളം തോന്നിപ്പിക്കാനുള്ള ശ്രമം ഇതും കളക്ട് ചെയ്താൽ കൊള്ളാം. എന്തായാലും കസിൻസ് വരെ എത്തിയുണ്ട്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. സോ പ്ലീസ്. താങ്ക് യു. യെസ്. സോ എവിടെ നിന്ന് വീണു ആ വീണടുത്ത് തന്നെ ബോർഡിൽ വരച്ച മല പോലെ ആ മല കയറിയിട്ട് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. സോ രണ്ടക്കത്തിൽ നിന്ന് എനിക്ക് നാലക്കത്തിലോട്ട് കയറിയിട്ടുണ്ട് അല്ലെ? യെസ്. ഇതുവരെ നേടിയതിലെ ഏറ്റവും വലിയ അല്ലെ സിംഗിൾ ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. 1500 ആണ്. അപ്പൊ ഓൾറെഡി 1770 ഉണ്ടായിരുന്നു അല്ലെ? 2670 ഒറ്റടിക്ക് എവിടെ വീണു? ഇത് ആരെ കാർഡ് സെലക്ട് ചെയ്ത് ആണ്? 20 എടുക്കാനും അറിയാം, 1500 എടുക്കാനും അറിയാം അല്ലെ? അടിപൊളി. സോ കൺഗ്രാറ്റ്സ്. ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണ്. സോ പോണ്ടേ? യെസ്. ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ മല വെച്ചിട്ടൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പരീക്ഷണങ്ങളൊക്കെ നടത്താം അല്ലെ? സോ എന്തായാലും ആ പരീക്ഷണത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന കാർഡ് കൂടെ സെലക്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ അവസാനത്തെ കാർഡ് കൂടിയാണ്. ഓക്കെ, റെഡി? എന്നെങ്ങ് പോരെ? റെഡി? ഇങ്ങോട്ട് നിന്നോളൂ. ഓക്കെ, സിമ്പിൾ ആണ് അല്ലെ? യെസ്. നേരത്തെ പോലെ കുറെ കൂടി അല്ലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരാളാണ്. ആൻഡ് ചിന്തിച്ചാൽ ക്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടി അപ്പുറത്തു നിന്നുള്ള അല്ലെ ഒരു ആത്മവിശ്വാസമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. റെഡി? സോ ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ. ഓക്കെ, ഞാൻ അപ്പുറത്തുണ്ടാവും. ശരിത്തെ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, മല വിട്ടുള്ള പരിപാടി ഇല്ലല്ലോ. ഓക്കെ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരയ്ക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? സൂര്യനെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? സൂര്യനും നക്ഷത്രവും രാത്രിയാണോ? ഓക്കെ, വേണമെങ്കിൽ വരച്ച് വരച്ച് കൊടുക്കാം. കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊടുക്കാം. ആ പറയുന്ന സാധനങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു വാക്കുകളിലേക്ക് പോവാം. ചന്ദ്രൻ ഇതെങ്ങനെ ആരുടെ ഐഡിയ വന്നു? അല്ല, ഈ മല എന്നുള്ളത് സൂര്യനാന്ന് പറഞ്ഞപ്പോ സൂര്യനല്ല എന്നുള്ള ഇതിലേക്ക് മാറ്റി പറയിക്കാൻ എന്താ ശ്രമിക്കാൻ? അല്ല, ഞാൻ അതാ സ്റ്റാർസ് വരച്ച്. സൂര്യനാണെങ്കിൽ സ്റ്റാർസ് ഉണ്ടാവില്ല. പക്ഷെ നൈറ്റ് ആയിട്ട് വന്നു. പക്ഷെ ചന്ദ്രൻ എന്നുള്ള വാക്ക് എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പറയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കണമെന്നുണ്ടായിരുന്നു. രാത്രി എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് പൊക്കോളൂ എന്നുള്ളത്. ഇതെങ്ങനെ ഒരു ഐഡിയ വന്നു? ദിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളത്. കൊള്ളാം, അടിപൊളി. കാരണം വരയില് മാത്രമല്ല, പ്രത്യേകിച്ച് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു കോൺഫിഡൻസ് ഭയങ്കര ഹൈ ലെവലിൽ നിന്നായിരുന്നു. അപ്പൊ വരയിൽ എങ്ങനെയും പറയിപ്പിക്കുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പകുതി സമയം പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ യെസ്. അപ്പൊ വന്നോളൂ. അവിടെ ശരിയാക്കിയാൽ മാത്രം പോരാ, ഇവിടെ കൂടി തലവരെ ശരിയാവണം. സോ എമൗണ്ട് ആയിട്ട് തന്നെയാണ്
വേറെ നമുക്ക് അവിടെ പുൽക്കോണൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നും നഷ്ടപ്പെടാതെ നേട്ടം തന്നെയാണ്. യെസ് യെസ് യെസ്. അപ്പോ നമ്മള് അല്ലെ തുടങ്ങിയത് ഒരു 3 അക്കത്തിലായിരുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നതും ഒരു 3 അക്കത്തിലാണ്. ഇപ്പൊ 2670 ഓൾറെഡി നേടിയിട്ടുണ്ടായിരുന്നു. 500 കൂടെ അതിന്റെ കൂടെ കൂട്ടുകയാണ്. 3170 രൂപയുമായിട്ട് 3 റൗണ്ടുകൾ പിന്നിടുന്നു അല്ലെ. രണ്ടിലും ഒരു 3ന്റെ അല്ലെ പാപ്പ പ്ലസ്. സോ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു ഗൈസ്. സോ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. യെസ്. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് എന്തായിരുന്നു ആ ഒരു വൈബ് എനർജി സംഭവം? അത് ഒടുക്കം വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു എപ്പിസോഡിലെ മുഴുനീളം. അപ്പൊ എന്തായാലും അല്ലെ 3170 രൂപ 3 റൗണ്ടിലൂടെ നേടി. ആൻഡ് ഒപ്പം തന്നെ കുറെ അധികം സമ്മാനങ്ങൾ കൂടി കാത്തിരിക്കുന്നുണ്ട്. സോ തരട്ടെ. യെസ്. അപ്പൊ ഇനി പാചകം അറിയില്ല എന്നുള്ള പേടി വേണ്ട. ഖദീജ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ പാചകം ചെയ്യാം. ആൻഡ് EIQ കോസ്മെറ്റിക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് റീജിയണൽ ക്ലൈമറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഒരു സ്പെഷ്യൽ ബ്രാൻഡ് കൂടിയാണ്. മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ ഫുഡ് കളേഴ്സോ ഒന്നും ചേർക്കാത്ത ശുദ്ധമായിട്ടുള്ള എണ്ണയിൽ തയ്യാറാക്കിയ അഫിയ ഷിപ്പിന്റെ സ്പെഷ്യൽ പിക്കിൾ കൂടിയാണ്. ആൻഡ് കോട്ടയം ജില്ലയിൽ നിന്ന് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത ശുദ്ധമായിട്ടുള്ള ശർക്കര പാനീയത്തിലൂടെ തയ്യാറാക്കിയ ഫോർമ ഫുഡ്സിന്റെ സ്പെഷ്യൽ കപ്പലിന്റെ മിഠായികളുമാണ്. അപ്പൊ എന്തായാലും കിടലൻ എപ്പിസോഡായിരുന്നു. കുറെ അധികം ഉത്തരങ്ങളാണ് ഈ എപ്പിസോഡിന്റെ ഏറ്റവും മുഖ്യ ആകർഷണം എന്നുള്ളത് പറയാതെ വയ്യ. ഉത്തരങ്ങൾ പറഞ്ഞ രീതി ഒക്കെ ടൈമിംഗ് ആണെങ്കിലൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ ഒരു വൈബ് ഇനി ഇവിടെ അങ്ങോട്ട് പോട്ടെ. കുറെ അധികം ഷോകളുടെ ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരട്ടെ. അപ്പൊ എന്തായാലും ഇതേപോലെ കുറെ വൈബുമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ അതുവരേക്കും ടാറ്റ അങ്ങോട്ട് കൊടുത്ത്